ആ ചാക്കേട്ട ആദ്യോട് എന്താ പുതിയ ടി വിയാ? ഭാസ്കരനുമായിട്ടുള്ള അടി ടി വി കാണാൻ പോകാനാ? പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചി ഒരു ടി വി നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു. അത് ശരിയായില്ല. ഇത് പുത്തനാണ്, കളറ്. ഇത്തവണ കൂടി എന്നെ വിശ്വസിക്കണം, ഈ പ്ലാൻ പൊളിയില്ല. അണ്ണനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേ കാളഭാസ്കരൻ ഇങ്ങനെ നടന്നു വന്ന വഴി മുന്നിൽ എന്ത് സാധനം കണ്ടാലും കാലം കൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നാളെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നു വരുമ്പോൾ ദേ അവന്റെ മുമ്പിലായിട്ട് ഈ കലം കയറ്റി വെക്കണം. എന്തിനാ ഭാസ്കരന് പൊങ്കാല ഇടാനാ? അണ്ണാ ഒരു മിനിറ്റ്. അല്ലടാ നിന്റെ അമ്മൂമ്മക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കളിക്കാൻ. അണ്ണാ ഇതൊരു സാധാരണ കലമില്ല, ഇതിനകത്തൊരു സാധനമുണ്ട്. ഓ അപ്പൊ അവന്റെ തല പോലെയല്ല, അകത്ത് സാധനമുണ്ട്. ചുമ്മാ ഇരടാ, നീ പറയടേ. അതായത് ഈ സാധനം അയ്യോ അബൂട്ടി എന്താണ് എല്ലാരും കൂടി ശിവകുട്ടിയുടെ ലാസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം? തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ അമ്മച്ചാണ് പൈല ഇതിന്റെ കട്ടയും പടം മടങ്ങും. എടാ ഒരു തമാശ പറഞ്ഞാണ്. ശിവ, നമ്മൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേരിലാണ്. പക്ഷേ ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്. നമ്മുടെ തെരുവിൽ വെച്ച് ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യൂല. അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വസിക്കടാ. നരസിംഹം സിനിമയില് ലാലേട്ടന് ഒരു പ്രശ്നം വന്നപ്പോ രക്ഷിക്കാനെത്തിയ മമ്മൂക്കയല്ലേ? ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. അണ്ണാ വരൂന്ന് പറഞ്ഞാ ഭാസ്കരൻ വന്നിരിക്കും. അല്ല എന്താണിപ്പോ പരിപാടി? ഭാസ്കരൻ എവിടെ ലാൻഡ് ചെയ്താലും അവിടെ വെച്ച് അവൻ അടിച്ചു പൊട്ടിക്കാൻ ഫയലുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തന്നെ. അണ്ണാ ഇനി അവന്മാര് വീണാ തന്നെ ഇതിനകത്ത് നല്ല നാടൻ ബോംബ് വെക്കുന്നു. കാല് തട്ടുന്നു, ബോംബ് പൊട്ടുന്നു. അതൊന്നും വേണ്ട. നാളെ പൊങ്കാലയിടാൻ ഒരുപാട് പേര് വരണതാ. ആ പാവങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാസ്കരൻ വരട്ടെ. ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ പൊങ്കാല മഹോത്സവം പ്രമാണിച്ച് പൊങ്കാലയ്ക്ക് ആവശ്യമായ കലങ്ങൾ തോസ്റ്റാക്കോയുടെ കടയിൽ നിന്നും വാങ്ങണമേ എന്ന് കരണോമേനും കാൽ വിളക്കുമേ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിച്ചോളുന്നു. അയ്യോ കലം ചോദിച്ചാൽ ക്യൂട്ടാണ് എടുത്തു കൊടുക്കണേ. ഇങ്ങോട്ട് വേണം. ചിക്കൻ കറി ഉണ്ടാക്കാൻ തമർ ചിക്കൻ മസാല ചോദിച്ചു വാങ്ങുക. തമർ ചിക്കൻ മസാല വിവിധ ഷെഫുകൾ പ്ലാറ്റിനം പ്ലസ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ളവർ കൗണ്ടറിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. എന്താ നാളെ പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ കൗണ്ടറിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. വെടിവഴിപാട് വെടിവഴിപാട് വെടിവഴിപാട്. ത്രയംബക ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട്. കലിയുഗ വരദായിനിയും ശക്തി സ്വരൂപിണിയുമായ ത്രയംബക ദേവിക്ക് ഇഷ്ട വഴിപാടാണ് വെടിവഴിപാട്. വലിയ വെടി 10 രൂപ, ചെറിയ വെടി 5 രൂപ. ഇവിടെ ഇരിപ്പല്ല, വരും വരും. തള്ളാതെ മാറിയിരിക്കുന്നേ തരുമല്ലേ? തള്ള ഇത് എന്തൊരു പെണ്ണുങ്ങൾ വെള്ളങ്ങൾ കണ്ടിട്ടില്ലേ? മാരെല്ലാം തരും. അടങ്ങി അങ്ങോട്ട് സ്റ്റണ്ട് തുടങ്ങിയ ഭാസ്കരൻ എത്തിയ
എന്തിനിങ്ങനെ ഓടണേ? എല്ലാരും കുത്തി റെഡി ആയിട്ടൊന്നുമില്ലേ? ചാടി ചാടി നിൽക്കണം. ഞാൻ ഈ പാലത്തിന് മുകളിൽ കാണും. അവൻ വന്നാൽ ഞാൻ അപ്പ വിസിലടിക്കും. എല്ലാരും പറന്നടിച്ചോണം, കേട്ടല്ലേ? ഓക്കെ. ഭാസ്കരൻ വന്ന് നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. ഓ ഓടാ എടീ, നീങ്ങളൊന്ന് പറ. പോവില്ലല്ലേ ദേവി മഹാമായേ? അങ്ങനെ പാർവതിക്കെന്നെ ശിവനെ കിട്ടിയല്ലേ? അതെ, ഞാനങ്ങ് മറന്ന്. നിന്റെ ആയുസിന് ദോഷമൊന്നും വരാതിരുന്നാൽ കുമാരകോവിലിൽ കൊണ്ടുപോയി നാക്കില് ശൂലം കുത്തിക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. സത്യം മോനെ, ഇവിടുത്തെ ഭഗവതിക്ക് നിന്നെ കൊണ്ട് 101 ശയനപ്രദർശനം ചെയ്യിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. ശാർക്കല ഭരണിക്ക് ഇവന്റെ ഒരു കെരടുന്നൊക്കെ ഞാനും നേർന്നിട്ടുണ്ട്. ഇതിലും ഭേദം കാളഭാസ്കരൻ എന്നെ കൊല്ലുമായിരുന്നു. പഴനി കൊണ്ടേ മൊട്ടയടിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. നല്ല കെട്ടഴിച്ചിട്ട് മതി. I want to queue in beverage corporate of India. മോൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജന്തുവാണ് മോന്റെ അച്ഛൻ. പുതിയ കൂതറ കൂതറിന്റെ അച്ഛൻ who is your father, that is mother's daughter. അമ്മേ, അമ്മായി, എമ്മാവ അനുഗ്രഹിക്കൂ. ഡാർലിംഗ് ശൈലജ, ഞാൻ വന്നു മോളെ. എന്താണ് ഈ തലയെ കെട്ടൊക്കെ? നീ ബാലചന്ദ്രമേനോ നീ പഠിക്കണം. അല്ലയാ, ഒരു 650 എടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്ക്. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കുറെ നാളെ മദ്രാസിലായിരുന്നില്ലേ പാട്ടെന്ന് പറഞ്ഞ്. കയ്യിലൊന്നും ഇല്ലേ? മദ്രാസ് അത്രയും മദ്രാസിന്റെ കാര്യം എന്നോട് മിണ്ടിപ്പോകരുത്. മദ്രാസിലുള്ളവരൊന്നും ശരിയല്ലല്ലയാ. അവര് പറയാ സ്വന്തമായിട്ട് 10ന്റെ പൈസ കിട്ടണമെങ്കിലേ മേലാണെങ്കിൽ പണിയെടുക്കണമെന്ന്. എന്റെ പട്ടി പണിയെടുക്കും. ഇനി ഞാൻ മദ്രാസിലേക്കില്ല. ഇത്രയും കാലം നീ ശൈലജയും മോനെയും നോക്കിയില്ലേ, കഷ്ടപ്പെട്ടില്ലേ? ഇനി എന്നെ അങ്ങോട്ട് നോക്കിക്കോ. ശൈലജ, നിനക്ക് സന്തോഷായില്ലേ? അവക്കായെന്ന് ചെക്കരക്കുട്ട അച്ഛനെ മിസ്റ്റർ ശിവൻ ഇപ്പോൾ എന്ത് പണിയെടുക്കുന്നു? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്കാം. മിടുക്കൻ, എനിക്ക് സന്തോഷമായി. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് വെറുതെ നടക്കാം. അണ്ണാ, സജനെ പടം മാറി, നിങ്ങളെ വിളിക്കണേ.
അളിയോ ഞാൻ പറഞ്ഞേ ഈശ്വര